ഹലോ നമസ്കാരം, എല്ലാവർക്കും വലിയ വ്ളോഗ്സിലേക്ക് സ്വാഗതം. സാധാരണ ചെയ്യുന്ന പോലെ ഇതൊരു ചെറിയ വീഡിയോ അല്ല, ഇതൊരു വലിയൊരു വീഡിയോ ആണ്. നമ്മുടെ ഹിന്ദു വെഡിങ് റിച്വൽസിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു നായർ വെഡിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞ പോലെയൊക്കെ ദേശാചാരം എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് 14 ജില്ലയിലും 14 രീതിയിലാണ് നായർ വെഡിങ് നടത്തുന്നത്. അതിങ്ങനെ മാർക്കും ഇപ്പം എല്ലാം നമുക്ക് പറയാനായിട്ട് പാടായിരിക്കും. സോ ഒരു സാധാരണഗതിയിൽ പത്തനംതിട്ട, കോട്ടയം, കൊല്ലത്തിന്റെ ഒരു പകുതി ഭാഗം ഒക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു ചടങ്ങുകൾ. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ നായർ വെഡിങ്ങിന് ഒരു പൂജാരിയുടെ ആവശ്യം വരത്തില്ല. ഒന്നീ കരയോഗത്തിന്റെ ഒരാളോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യനോ മാത്രം മതി, അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾ മതി. ഒരു പൂജാരി വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമുക്ക് താലി പൂജിക്കണം അല്ലെ മണ്ഡപത്തിൽ പൂജിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു പൂജാരിയെ നമുക്ക് വിളിച്ചാൽ മതി. അപ്പൊ ആദ്യമായിട്ട് അച്ഛനും അമ്മയും വന്നിട്ട്, അതായത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് പറ നിറച്ച് വിളക്ക് കത്തിക്കാൻ ഒരു ചടങ്ങാണ് നായർ വെഡിങ്ങിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പയ്യന്റെ സ്വീകരണം വരുന്നത്. പയ്യന്റെ സ്വീകരണത്തിനകത്ത് നമ്മളുടെ ഈ ഏരിയയിൽ കൂടുതലും അമ്മായിയാണ് വിളക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. 1-2 അമ്മായിമാരോ അല്ലെങ്കിൽ അപ്പച്ചോ അങ്ങനെ ഒരു 2-3 ലേഡീസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ഒരു 2-3 ലേഡീസിന് വേണമെങ്കിൽ പറയാം. അമ്മായി മസ്റ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേര് അഷ്ടമംഗലിൽ വിളക്കെടുക്കും, അഷ്ടമംഗലിൽ താലം എടുക്കും, അതുപോലെ ഒരു നാരങ്ങയുടെ ട്രേ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആങ്ങളമാര് കാണണം. പെൺകുട്ടിയുടെ ആങ്ങളമാർ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കിണ്ടി, നമ്മൾ അതൊന്നും സാധാരണ എടുക്കുന്ന പോലെ കിണ്ടി, പുരണ്ടി, മാല, ബൊക്ക എന്നുള്ള സാധനങ്ങളായിരിക്കും എടുക്കുക. ചന്ദനം എടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ താലപ്പൊലി എടുക്കാനുള്ള പെൺകുട്ടികളാണ്. അപ്പൊ ഇത്രയും പേരും കൂടെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ നമ്മൾ ഒരുക്കി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഈ സ്റ്റേജിന്റെ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ എൻട്രൻസിലേക്കായിരിക്കും പോവാം. അവിടെ വരന്റെ ആൾക്കാർ വരുമ്പോൾ അവരെ അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിനകത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ സ്വീകരിക്കുമ്പോഴായാലും ആദ്യം അവര് കുറെ ദൂരത്തു നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ അവരെ മൊത്തത്തിലൊന്ന് ശുദ്ധീകരിച്ചിട്ടാണ് ശരിക്കും സ്വീകരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാല് കഴുകി ഒന്ന് തുടച്ചു കൊടുത്ത് പനിനീരൊക്കെ തളിച്ചൊരു ചന്ദനമൊക്കെ തുടങ്ങുന്നത്. ശരിക്കും ശുദ്ധി വരുത്തുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇത് പണ്ട് മുതലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മാലയിട്ട് ബൊക്കയിട്ട് പയ്യനെ സ്വീകരിച്ചുകൊണ്ട് വരും. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ മാലയിട്ട് ബൊക്കയിട്ടിട്ട് പെൺകുട്ടിയുടെ ആങ്ങളെയായിരിക്കും ചെയ്യുക. അപ്പൊ അവിടെ ഒരു നാരങ്ങയും കൂടെ കൊടുത്തിട്ടാണ് കൈ പിടിച്ചുകൊണ്ട് സാധാരണ ഇത് സ്റ്റേജിനകത്തോട്ട് വരുന്നത്. പിന്നെ നമ്മൾ സ്റ്റേജിനകത്തോട്ട് വരുമ്പോൾ ആ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഇതനുസരിച്ചിട്ട് എന്തൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യാവോ അതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഒരു എഫക്ട്സ് കൊടുക്കാവോ അതൊക്കെ കൊടുക്കുന്നു. വന്ന് സ്റ്റേജിനകത്ത് കയറ്റി സാധാരണഗതിയിൽ പെൺകുട്ടിയുടെ ആങ്ങളെ കൊണ്ടുവന്ന് സ്റ്റേജിനകത്തോട്ട് മണ്ഡപത്തിൽ ചിലപ്പോൾ ഇരുത്താറുണ്ട്. അതല്ല സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ ഇരുത്തിയിട്ട് സമയമാകുമ്പോഴായിരിക്കും മണ്ഡപത്തിലോട്ട് കയറ്റുക. അപ്പോൾ പയ്യനെ നമ്മൾ അവിടെ കൊണ്ടിരുത്തി. പയ്യനെ മണ്ഡപത്തിൽ കൊണ്ടിരുത്തിയതിന് ശേഷമാണ് പെൺകുട്ടിയെ നമ്മൾ കൊണ്ടുവരുന്നത്. വെളിയിൽ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വരന്റെ അമ്മയോ വരന്റെ അച്ഛനോ അമ്മയോ ഒക്കെ ആയിട്ടാണ് വരനെ സ്റ്റേജിനകത്ത് കൊണ്ടുവന്നതും അവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് എല്ലാവരെയും തൊഴുതു വന്ന് സ്റ്റേജിനകത്തോട്ട് ഇരിക്കുമായിരിക്കും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ മന്ത്രകൂടിയൊക്കെ ഒരുക്കേണ്ട സമയം. അതായത് നമ്മൾ കൊണ്ടുവന്ന സാരിയും കാര്യങ്ങളുള്ള പുടവയൊക്കെ ഒരുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് സ്റ്റേജിനകത്ത് ബാക്കി നമ്മുടെ പുടവയും കാര്യങ്ങളും അതുപോലെ കല്യാണ മാല, താലി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ സമയത്ത് വേണം സ്റ്റേജിലെത്തിക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരിക. പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുമ്പോഴും ശരിക്കും അച്ഛനും അമ്മയും ആ സമയത്ത് പെൺകുട്ടിയെ കാറിൽ നിന്നോ അല്ലെങ്കിൽ റൂമിൽ നിന്നോ കൊണ്ടുവരുമ്പോൾ ഇവിടുന്ന് അമ്മായിമാർ മുമ്പേ നമ്മൾ പോയ അതേ ടീം തന്നെയാണ് പെൺകുട്ടിയെ സ്വീകരിക്കാനും പോവുക. പോയി പെൺകുട്ടിയെ വെളിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വരുമ്പോഴും നമ്മൾ മുമ്പേ കാണിച്ച സ്പെഷ്യൽ എഫക്ട്സ് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊടുത്ത് അടിപൊളിയായിട്ട് സ്റ്റേജിൽ കൊണ്ടുവന്ന് പെൺകുട്ടിയെ ഇരുത്തുന്നത്. പയ്യന്റെ ഇടതുഭാഗത്തായിട്ടായിരിക്കും പെൺകുട്ടിയെ കൊണ്ടിരുത്തുക. അപ്പം വധുവും വരനും മണ്ഡപത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ ദക്ഷിണ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പറയുന്ന പോലെ വരൻ വധുവിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നു. അതേപോലെയൊക്കെ തന്നെ വധു വരന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വധുവിന്റെ അച്ഛന്റെ അമ്മയ്ക്കും കൊടുക്കുന്നു. അവസാനം അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ദക്ഷിണ കൊടുത്തു നിർത്തുക എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് താലികെട്ടൽ ചടങ്ങാണ്. അപ്പൊ ഈ താലികെട്ടിന് വരുമ്പോഴത്തേക്ക് അച്ഛനാണ് മകന്റെ കയ്യിലൂടെ താലി എടുത്തു കൊടുക്കുന്നത്. അപ്പൊ താലി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ മകൻ ആദ്യം താലി അണിയിക്കുന്നു. അപ്പൊ ഈ കെട്ടുമേളം കാര്യങ്ങളൊക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാലയുണ്ടല്ലോ, കല്യാണ മാല, ആ മാല എടുത്ത് പയ്യൻ ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ വരനും പെൺകുട്ടിക്ക് മാല ഇട്ട് കൊടുക്കും. ഇതാണ് അവിടെ വരുന്ന ചടങ്ങുകൾ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മന്ത്രകൂടി കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. മന്ത്രകൂടി കൊടുക്കുമ്പോൾ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വരന്റെ മുമ്പിൽ നീക്കുന്നു. വരന്റെ കയ്യിലോട്ട് വരന്റെ അച്ഛൻ മന്ത്രകൂടിയുടെ ഒരു ട്രേ കാണും, ആ ട്രേ കൊടുക്കുന്നു. അപ്പൊ ആ ട്രേ മന്ത്രകൂടി എടുത്ത് പെൺകുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു. കയ്യിലോട്ട് കൊടുക്കുമ്പോൾ പെൺകുട്ടി അത് കാലക്കയം തൊട്ട് ഒന്ന് തൊഴുത് തിരിച്ച് അവിടെ വന്ന് ഇരിക്കുന്നു. ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അവിടെ വന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് പയ്യൻ പെൺകുട്ടിയേക്ക് നെറ്റിയില് നമ്മുടെ മറ്റേ സീമന്തരേഖയില് സിന്ദൂരം തൊട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പം സിന്ദൂരം തൊട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ രണ്ടുപേര് എഴുന്നേറ്റ് നിന്ന് രണ്ടുപേരുടെയും കൈ പിടിച്ച് അതിനകത്തോട്ടൊരു വെറ്റില വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഈ പറയുന്നത് ഇനി എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൈ പിടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവര് ആ മണ്ഡപത്തിന് വെച്ചൊന്ന് പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് റൂമിലോട്ട് പോകുന്നതാണ് ഇതിന്. അപ്പം നമ്മുടെ അഷ്ടമംഗലിൽ വിളക്കും അഷ്ടമംഗലിൽ താലമൊക്കെ മുന്നിൽ നടന്ന് അതിന്റെ ബാക്കിലായിട്ട് 2-3 പ്രദക്ഷിണം ചെയ്ത് ചിലടത്ത് 7 പ്രദക്ഷിണമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ 3 പ്രദക്ഷിണം ചെയ്ത് നേരെ ആ ഒരു റൂമിൽ പോവുക. പിന്നെ അവിടെ മധുരം കുടിക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ളത് പറയാറുണ്ട്.
പാലും പഴവും കൊടുക്കുക. ചിലപ്പം ആൾക്കാർ അവരുടെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ സ്റ്റേജിനകത്ത് വെച്ച് കൊടുക്കുന്നു, ചിലപ്പോൾ മുറിയിൽ വെച്ചിട്ട് കൊടുക്കുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോതിരം ഇടുന്ന ചടങ്ങുകൾ വളരെ കുറവായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനും പലരും മോതിരം ഇടുന്നുണ്ട്. എൻഗേജ്മെന്റിൽ മോതിരം ഇട്ടാലും പിന്നെയും കല്യാണത്തിന് ഇടുന്നുണ്ട്. സാധാരണഗതി ഒരു മോതിരത്തിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. എൻഗേജ്മെന്റ് ഇടുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു സംഭവത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഹിന്ദു നായർ ചടങ്ങുകൾ ഈ ഒരു ഏരിയയിൽ നടക്കുന്നത്. ഇനിയും ഓരോ സ്ഥലത്തോട്ട് മാറുമ്പോൾ ഇന്ന ചടങ്ങുകൾക്ക് കുറെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുകളോ അല്ലെങ്കിൽ എനിക്ക് അറിയാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് കമന്റ് ചെയ്യുക. കാര്യം ഞങ്ങളും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണാം. അടുത്തൊരു വേറൊരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞ് കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്.